ചോദ്യം നമ്പർ 124 ശ്രീ യു ആർ പ്രദീപ്, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി. ഞാൻ ഉത്തരം ടേബിൾ ചെയ്യുന്നു. താങ്ക് യു. ശ്രീ യു ആർ പ്രദീപ്. സാർ, എൻ്റെ ചോദ്യം, ഈ കർഷകരെ സഹായിക്കാൻ വേണ്ടി കൃഷി വകുപ്പ് ഒട്ടേറെ പദ്ധതി നടപ്പിലാക്കുന്ന കൂട്ടത്തിൽ കൃഷി ദർശൻ എന്നൊരു പരിപാടി വളരെ രസകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ സ്കീമിൻ്റെമായി ബന്ധപ്പെട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്, അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റുമോ? ഇനി ഈ ബഡ്ജറ്റിൽ അതിനുവേണ്ടി പണം വകയിരുത്തിയിട്ടുണ്ടോ എന്നുകൂടെ ഒന്ന് വ്യക്തമാക്കി തരാമോ? സാർ, നമ്മളൊരു ആദ്യമായിട്ടാണ് ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചതുപോലെ അത്തരമൊരു പരിപാടി കേരളത്തിൽ തുടങ്ങുന്നത്. കൃഷി വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം അടങ്ങുന്നൊരു സംഘം, മന്ത്രി ഉൾപ്പെടെ എല്ലാവരും 3 ദിവസക്കാലം ആ കാർഷിക ബ്ലോക്കിൽ കൃഷിയിടങ്ങൾ സന്ദർശിച്ചും കർഷകരുമായിട്ട് ആശയവിനിമയം നടത്തിയുമെല്ലാം ഒരു വലിയ കർഷക സഭകളൊക്കെ ചേർന്നും നടത്തിയൊരു പുതിയ പരിപാടിയായിരുന്നു കൃഷി ദർശൻ എന്നുള്ളത്. നമ്മുടെ മുമ്പിൽ വേറെ മോഡലുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ കൃഷി ദർശൻ എന്നൊരു പരിപാടി നമ്മൾ നടത്തുകയും ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കർഷകർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് അപ്പോൾ തന്നെ പരിഹാരം കാണുന്നില്ല. അതുകൊണ്ടാണ് എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും കൃഷിയിടങ്ങളിലേക്ക് വരുന്നു എന്ന തരത്തിലേക്ക് എത്തിയത്. കേരളത്തിൽ നിരവധിയായ ഇടങ്ങളിൽ നമ്മൾ ഒല്ലൂക്കരയിൽ, തലശ്ശേരി, നെടുമങ്ങാട്, ഹരിപ്പാട് ഇവിടങ്ങളെല്ലാം കൃഷി ദർശൻ പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി സാധാരണ ഒരു സർക്കാർ ഉത്തരവ് ഇറങ്ങുന്നത് സെക്രട്ടേറിയറ്റിൽ നിന്നാണ്, ഡയറക്ടറേറ്റിൽ നിന്ന് അതിൻ്റെ സർക്കുലർ അതുപോലൊക്കെ ഇറങ്ങാറുണ്ട്. എന്നാൽ കൃഷിയിടങ്ങളിൽ വെച്ച് തന്നെ കർഷകർ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന പരിപാടിയായിട്ടാണ് കൃഷി ദർശൻ പരിപാടി നടപ്പിലാക്കിയത്. 11 ഉത്തരവുകളും സർക്കുലറുകളും കൃഷിയിടങ്ങളിൽ വെച്ച് ഇറക്കുന്ന തരത്തിലേക്ക് എത്തി. അത്തരം സഹായങ്ങൾ ലഭ്യമാകുന്ന തരത്തിലേക്ക് എത്തി. നിരവധിയായ കർഷകർ, 100 കണക്കിന് കർഷകർ പുതുതായി കൃഷിയിലേക്ക് പുതിയ കൃഷിയിടങ്ങൾ രൂപപ്പെട്ടു. അതിൻ്റെ വിശദാംശങ്ങൾ എല്ലാം ഉണ്ട്. അത്തരം ഒരു വലിയ മെച്ചം ഉണ്ടാകുന്ന തരത്തിലേക്ക് എത്തി. ഈ വർഷം 1,32,00,000 രൂപ കൃഷി ദർശൻ പരിപാടിക്കായിട്ട് നീക്കിവെച്ചിട്ടുണ്ട്. തരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കാനായി, കർഷക പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും പരിഹാരം കൈക്കൊള്ളുന്നതിനും സാധ്യമായി, കർഷകരും കൃഷി ഉദ്യോഗസ്ഥരുമുള്ള ബന്ധം സുദൃഢമാക്കാൻ കഴിഞ്ഞു. മറ്റ് പല മണ്ഡലങ്ങളിലും സമാനമായ രീതിയിലുള്ള കൃഷി ദർശന പേരിൽ അല്ലെങ്കിൽ പോലും ഞാൻ ഇരിക്കൂർ മണ്ഡലത്തിലടക്കമുള്ള പരിപാടി കഴിഞ്ഞ ദിവസം നടത്തിയതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അത് പറയുന്നത്. സാർ, ഈ വന്യജീവി പ്രശ്നം മൂലം ഉണ്ടാകുന്ന വിഷയങ്ങൾ കൃഷിക്കാർ ശ്രദ്ധയിൽപ്പെടുത്തിയനുസരിച്ചിട്ടാണ് കൃഷി വകുപ്പ് കൂടി ആ രംഗത്തേക്ക് ഇടപെടാൻ തീരുമാനിച്ചത്. കൃഷി ദർശൻ്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുകയും കൃഷി വകുപ്പിൻ്റെ പണത്തിൽ നിന്ന് കൂടി വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് വേണ്ടി പണം നീക്കിവെക്കുന്ന തരത്തിലേക്കല്ല വെച്ചത്. അതുകൊണ്ട് കൃഷി ദർശൻ എന്നത് പുതിയൊരു പരിപാടിയും പുതിയ അനുഭവവും കേരളത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് വലിയ മെച്ചമുണ്ടാക്കി തരുന്നതായ ഒരു കാര്യമാണ്. ഇക്കൊല്ലത്തെ ബജറ്റിൽ നീക്കിവെച്ച തുകയ്ക്കനുസരിച്ച് മറ്റു ഇടങ്ങളിലേക്ക് കൂടി കൃഷി ദർശൻ പരിപാടി വ്യാപിപ്പിക്കുന്നതായിരിക്കും. ശ്രീ ടി മധുസൂദനൻ. സർ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, നമ്മുടെ സംസ്ഥാനത്ത് കാർഷിക അനുബന്ധ മേഖലയിൽ പരിശീലനം കൊടുക്കാൻ വേണ്ടി സ്റ്റേറ്റ് അഗ്രികൾച്ചർ മാനേജ്മെൻറ്റ് ആൻഡ് എക്സ്റ്റൻഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സമേറ്റി എന്നൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. നല്ലപോലെ ആ സ്ഥാപനം പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ഒന്ന് വിവരം തരാമോ? സർ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഷിക മേഖലയിലെ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് എന്ന തരത്തിലാണ് സമേറ്റി വിഭാവനം ചെയ്തിരുന്നത്. വർഷം തോറും ഏതാണ്ടൊരു 50-ലധികം പരിശീലന പരിപാടികളിലൂടെ 2000-ഓളം ഉദ്യോഗസ്ഥർക്ക് എല്ലാ വർഷവും അവിടെ പരിശീലനം നൽകി വരുന്നുണ്ട്. തൊട്ടു മുമ്പ് ഒരു ചോദ്യത്തിന് ഉത്തരമായി ഞാൻ പറഞ്ഞു, ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ട PGS സർട്ടിഫിക്കേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ PGS സർട്ടിഫിക്കേഷന് വേണ്ടി നമ്മൾ റീജിയണൽ കൗൺസിലായി സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 590 ക്ലസ്റ്ററുകൾക്ക് ഇതിനോടകം തന്നെ PGS സർട്ടിഫിക്കേഷൻ നൽകാൻ അതിൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിങ്ങുമായി നമ്മളൊരു MOU ഒപ്പുവെച്ചിരുന്നു. കർഷകർ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ആകർഷകമായ പാക്കിങ്ങിലായിരിക്കണം. ഈ സെക്കൻഡറി അഗ്രികൾച്ചറിൻ്റെ ഭാഗമായി നമ്മൾ സാധാരണ പ്രൈമറി അഗ്രികൾച്ചറാണ് എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ആദ്യമായിട്ടാണ് നമ്മൾ സെക്കൻഡറി അഗ്രികൾച്ചറിലേക്ക് ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് എത്തുന്ന തരത്തിലെത്തത്. അതിന് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിംഗ് ആണ്. അവരുമായൊരു ധാരണാപത്രം ഒപ്പുവെച്ചിട്ട് കർഷകർക്ക് പരിശീലനം നൽകുന്ന കാര്യം ചുമതലപ്പെടുത്തതും സമേറ്റിയെയാണ്. അത്തരം പരിശീലനങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു. കൃഷി ഉദ്യോഗസ്ഥന്മാർക്ക് പരിശീലനം കൊടുക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് ഹെൽത്ത് മാനേജ്മെൻറ്റുമായി ചേർന്നുകൊണ്ടുള്ള ഡിപ്ലോമ കോഴ്സുകൾ ഇതിൻ്റെ ഭാഗമായി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്ലാന്റ് ഹെൽത്ത് മാനേജ്മെൻറ്റിൽ അതും സമേറ്റി മുഖാന്തരമാണ് നടത്തുന്നത്. സാർ, ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. ഇതുവരെ നമുക്ക് കൃഷി ഉദ്യോഗസ്ഥർക്കാണ്, ഞാൻ പറഞ്ഞ 50-ലധികം പരിശീലന പരിപാടികൾ, 2000-ഓളം കർഷകർക്ക് കൃഷി ഉദ്യോഗസ്ഥർക്ക് പ്രതിവർഷം പരിശീലനം. ആ രീതികളോടൊപ്പം തന്നെ കേരളത്തിലെ കർഷകർക്ക് കൂടി പരിശീലനം കൊടുക്കുന്ന
ഒരിടമായി സമേട്ടിയെ മാറ്റാൻ തീരുമാനിച്ച വിവരം സന്തോഷപൂർവ്വം ഞാൻ സഭയെ അറിയിക്കുന്നു. ശ്രീ ടി ഐ മധുസൂദനൻ. സർ, വിജ്ഞാന വ്യാപനത്തിന് അടിസ്ഥാനം സർവകലാശാലകളിൽ നടത്തുന്ന ഗവേഷണങ്ങളാണ്. കേരള കാർഷിക സർവകലാശാല ഇത്തരത്തിൽ എത്ര സാങ്കേതിക വിദ്യകൾ കണ്ടെത്തിയിട്ടുണ്ട്? വിശദീകരിക്കാം. സർ, കേരളത്തിലെ നമ്മുടെ ഏറ്റവും അഭിമാനകരമായ ഒരു സ്ഥാപനമാണ് കേരള കാർഷിക സർവകലാശാല എന്നുള്ളത്. കേരള കാർഷിക സർവകലാശാല 50 വർഷം പിന്നിടുകയാണ്. കേരളത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് ഉജ്ജ്വലങ്ങളായ സംഭാവന ചെയ്യാൻ ഇതിനോടകം കാർഷിക സർവകലാശാലയ്ക്ക് ആയിട്ടുണ്ട്. കാർഷിക സർവകലാശാല ഉൽപ്പാദനക്ഷമതയും രോഗപ്രതിരോധ ശേഷിയുമുള്ള 359 ഇനങ്ങൾ കർഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. വിളകളുടെ ഓരോ ഇനങ്ങളുടെ 359 ഇനങ്ങൾ അത് എത്തിക്കുക മാത്രമല്ല ചെയ്തത്, സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായി നിൽക്കുന്ന ഒരു കൃഷിരീതികൾ അവലംബിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സംരംഭകർക്കായിട്ട് 112 സാങ്കേതിക വിദ്യകൾ ഇതിനോടകം കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചിട്ടുണ്ട്. 30ഓളം സാങ്കേതിക വിദ്യകൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 7 വിളകൾക്ക് ഭൗമസൂചിക പദവി ലഭ്യമായി. കാർഷിക സർവകലാശാലയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ 7 ഇനങ്ങൾക്ക് ഭൗമസൂചിക പദവി ലഭ്യമാകുന്നത്. സർവകലാശാലയ്ക്ക് 16 പേറ്റൻറ്റും ഈ കാലയളവിൽ ലഭിച്ചു എന്നുള്ളതും സർവകലാശാലയുടെ മികവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. ശ്രീ ലിൻഡോ ജോസഫ്. സർ, കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃഷിക്ക് മണ്ണ് അനുയോജ്യമാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉൽപ്പാദന വർധനവിനും സുസ്ഥിര കൃഷിക്കും മണ്ണിൻ്റെ പരിപാലനം അനിവാര്യവുമാണ്. സർ, 2018-19 പ്രളയത്തിൻ്റെ ഭാഗമായി മണ്ണിൻ്റെ ഘടനയിൽ വലിയ മാറ്റമുണ്ടാവുകയും അത് കൃഷിയെ വലിയ രൂപത്തിൽ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്ത സാഹചര്യവുമുണ്ട്. നമുക്ക് കേരളത്തിൽ മണ്ണ് സംരക്ഷണത്തിന് ഒരു പ്രത്യേക വകുപ്പ് തന്നെയുണ്ട്. സുസ്ഥിര കൃഷി ഉറപ്പാക്കുന്നതിനായി മണ്ണ് സംരക്ഷണ വകുപ്പ് കർഷകർക്ക് നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാം. യെസ് മിനിസ്റ്റർ. സർ, അദ്ദേഹം ബഹുമാനപ്പെട്ട ശ്രീ ലിൻഡോ ജോസഫ് പറഞ്ഞതുപോലെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത എന്ന് പറയുന്നത് കൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഉൽപ്പാദനക്ഷമതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി തന്നെ നമുക്ക് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ കേരളത്തെ തന്നെ ഇപ്പോൾ 5 കാർഷിക പാരിസ്ഥിതിക മേഖലയായും 23 കാർഷിക പാരിസ്ഥിതിക യൂണിറ്റുകളായും തിരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ നോക്കുന്നില്ല. അപ്പോൾ ഒരേപോലെ എല്ലായിടത്തേക്കും കൃഷി ചെയ്യുക എന്ന് നടപ്പിലാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അഗ്രോ എക്കോളജിക്കൽ യൂണിറ്റുകളും അഗ്രോ എക്കോളജിക്കൽ സോണുകളുമാക്കി കേരളത്തെ തിരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പോൾ ഏർപ്പെടുന്നത്. അതിനകത്ത് ഏറ്റവും സുപ്രധാനമായ പങ്ക് കേരളത്തിൻ്റെ മണ്ണ് സംരക്ഷണ മണ്ണ് പരിവേഷണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഓരോ കാലത്തും നമുക്ക് മണ്ണിൻ്റെ പരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ എന്തെല്ലാം തരത്തിലുള്ള കുറവുണ്ട്, എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിനനുസരിച്ച് സോയിൽ ഹെൽത്ത് കാർഡുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിൻ്റെ കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് ആ പ്രവർത്തനം. ഏതാണ്ട് ഈ ഗവൺമെൻറ് കാലത്ത് 4,62,344 കർഷകർക്ക് സോയിൽ ഹെൽത്ത് കാർഡ് വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കർഷകർക്കും സോയിൽ ഹെൽത്ത് കാർഡ് വിതരണം ചെയ്യുന്നതിനുള്ള നടപടിയാണ് ഘട്ടം ഘട്ടമായി നടപ്പിലായിക്കൊണ്ട് ഇരിക്കുന്നത്. മണ്ണറിഞ്ഞ് കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാവശ്യമായ പ്രവർത്തികളാണ് ഈ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും നന്നായി ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.